ഹായ് ഓൾ, റിഗ്രഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇൻ ദിസ് ക്ലാസ് വി ആർ ഗോയിങ് ടു ലുക്ക് വാട്ട് ആർ ദ യൂസസ് ഓഫ് റിഗ്രഷൻ. ഫസ്റ്റ് വൺ, റിഗ്രഷൻ അനാലിസിസ് ഹെൽപ്സ് ഇൻ എസ്റ്റാബ്ലിഷിംഗ് എ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾസ്. രണ്ട് വേരിയബിൾ തമ്മിലുള്ള ബന്ധത്തെയാണ് റിഗ്രഷൻ സൂചിപ്പിക്കുന്നത്. ആ രണ്ട് വേരിയബിൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, ആ ബന്ധം എങ്ങനെയാണ് നിലനിൽക്കുന്നത്, ഒന്നിൻ്റെ മാറ്റം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വേരിയബിളിൻ്റെ മാറ്റം ഡിപ്പെൻഡൻ്റ് ആയ വേരിയബിളിൽ എത്രത്തോളം മാറ്റം വരുത്തുന്നുണ്ട് എന്നാണ് നമ്മൾ റിഗ്രഷൻ അനാലിസിസിൽ നോക്കുന്നത്. ആൻഡ് ഹിയർ വി ക്യാൻ പ്രെഡിക്റ്റ് ദ ഫ്യൂച്ചർ. കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് പറയുന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഫ്യൂച്ചറിൽ ആ വാല്യൂസ് എങ്ങനെ മാറുന്നു എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് വൺ ഓഫ് ദ മെയിൻ യൂസ് ഓഫ് റിഗ്രഷൻ അനാലിസിസ്. സെക്കൻഡ് വൺ, മോസ്റ്റ് ഓഫ് ദ എക്കണോമിക് പ്രോബ്ലംസ് എന്തിനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു? ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റാതെ വരുന്നത്. നമുക്കിങ്ങനെ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് പഠിക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ റിഗ്രഷൻ ബിസിനസ് ഡിസിഷൻ മേക്കിങ്ങിൽ ഒരു മേജർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളായിട്ട് മാറുകയാണ്. ഓൺലി ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് us ടു പ്രെഡിക്റ്റ് ദ ഫ്യൂച്ചർ. കോസ് ആൻഡ് എഫക്റ്റ് വെച്ച് നമുക്ക് ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നു. അതാണ് അതിൻ്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് വൺ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് റിഗ്രഷൻ അനാലിസിസ് ഔട്ട്ലയേഴ്സ് ഓർ അനോമലീസ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ്. നമ്മൾ കോറിലേഷൻ പഠിച്ചപ്പോഴും പറഞ്ഞിരുന്നു, അതായത് നമ്മുടെ ആ വേരിയബിളുമായിട്ട് ബന്ധമുണ്ട്, പക്ഷെ വളരെ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവം കാണിക്കുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ടാകും. ആ ഫാക്ടേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യാറില്ല, നമ്മുടെ വാല്യൂ അനലൈസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യാറില്ല. അപ്പം അങ്ങനെയുള്ള വേരിയബിൾസ് അല്ലെങ്കിൽ എക്സ്ട്രീം കേസസ് ഏതൊക്കെയാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ റിഗ്രഷനിൽ പറ്റുന്നു. അത് കോറിലേഷനും പറ്റും, റിഗ്രഷനിലും പറ്റും. അപ്പോൾ അത് വൺ ഓഫ് ദി യൂസസ് ഓഫ് ദിസ് റിഗ്രഷനാണ്. ദെൻ ഫോർത്ത് വൺ, കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ. രണ്ട് കാര്യങ്ങൾ. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നമുക്കറിയാം അല്ലേ? നമ്മൾ പ്രോബ്ലം ചെയ്തപ്പോൾ ഒക്കെ കണ്ടതാണ്. ജിയോമെട്രിക് മീൻ ഓഫ് റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് വിൽ ഗീവ് യു കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. അതേപോലെ തന്നെ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? കോറിലേഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ സ്ക്വയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ. സോ റിഗ്രഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കോറിലേഷൻ കോഎഫിഷ്യൻറ്റും കണ്ടുപിടിക്കാം, അതേപോലെ തന്നെ ഡിറ്റർമിനേഷൻ കോഎഫിഷ്യൻറ്റും കണ്ടുപിടിക്കാൻ പറ്റും. So these are the uses of regression equation. Now we are moving on to the limitation of regression analysis. Limitations ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ കോറിലേഷന് ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ടാണ് കോറിലേഷൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ആയിട്ടുള്ള നമ്മൾ റിഗ്രഷൻ കണ്ടുപിടിച്ചത്. അതുപോലെ റിഗ്രഷന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളും പെർഫെക്റ്റ് അല്ല. സോ വി ക്യാൻ സീ വാട്ട് ആർ ദ ലിമിറ്റേഷൻസ്. ഫസ്റ്റ് വൺ, റിഗ്രഷൻ അനാലിസിസ് ഇൻവോൾവ്സ് ലെങ്തി പ്രൊസീജിയേഴ്സ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് കാൽക്കുലേഷൻസ്. നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാം. കാരണം ആദ്യം നമ്മൾ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കണം, പിന്നെ അത് റിഗ്രഷൻ ലൈൻ കണ്ടുപിടിക്കണം, പിന്നെ നമ്മൾ അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടൊക്കെ വേണം നമുക്ക് കണ്ടുപിടിക്കാൻ. സോ ഇറ്റ്സ് വിത്ത് ലെങ്തി. ആ ഒരു കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ പ്രൊസീജിയറിലാണ്, അതേപോലെ തന്നെ എന്താണ് അത് ലെങ്തിയും ആണ്. സോ അതൊരു ലിമിറ്റേഷനായിട്ട് നമ്മൾ പറയുന്നു. ദെൻ സെക്കൻഡ് വൺ, എല്ലാ ക്വാളിറ്റേറ്റീവ് ആട്രിബ്യൂട്ട്സ് വരുന്ന കേസസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റിഗ്രഷൻ അനാലിസിസ് കനോട്ട് ബി യൂസ്ഡ്. റിഗ്രഷൻ ക്യാൻ ഓൺലി ബി യൂസ്ഡ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പം നമ്മൾ ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞപ്പോൾ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരാളുടെ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ളൊരു ആട്രിബ്യൂട്ടാണ്. അത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല റിഗ്രഷൻ വെച്ചിട്ട്. അപ്പം സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് വെച്ചിട്ട് നമുക്ക് നോർമലി ഇങ്ങനത്തെ ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സേ പറ്റുള്ളൂ. സോ റിഗ്രഷനും അങ്ങനെ തന്നെ പറ്റുള്ളൂ. Then third one, outliers can have a negative impact on linear regression performance. നമ്മൾ ഒരു യൂസായിട്ട് പറഞ്ഞു എക്സ്ട്രീം വാല്യൂസിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. റിഗ്രഷനിലും കോറിലേഷനും നമുക്ക് എക്സ്ട്രീം വാല്യൂസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, പക്ഷേ അത് നമ്മുടെ ഒരു വാല്യൂവിനെ നെഗറ്റീവായിട്ടാണ് എഫക്റ്റ് ചെയ്യുക. സോ that becomes a limitation of regression analysis.
ദെൻ ഫോർത്ത് വൺ, ഈ റിഗ്രഷൻ അനാലിസിസ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ദർ എക്സിസ്റ്റ് എ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഗിവൻ വേരിയബിൾസ്. അപ്പം നമ്മൾ അസ്യൂം ചെയ്യുന്ന എന്താ, നമ്മൾ റിഗ്രഷൻ അനാലിസിസ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ദർ എക്സിസ്റ്റ് എ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദീസ് ടു വേരിയബിൾസ്. അപ്പം അങ്ങനെ ഒരു റിലേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ആ സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണമെന്നില്ല. Unfortunately, the cause and effect cannot be identified with the help of a statistical tool എന്നാണ് പറയുന്നത്. നമ്മൾ ഈ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻ ഉണ്ടെന്ന് അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ റിഗ്രഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ കോസ് ആൻഡ് എഫക്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനൊന്നും പറ്റുന്നില്ല. നമ്മൾ പറയുകയാണ് ഇത് രണ്ടും ബന്ധപ്പെട്ടിട്ടുണ്ട്, ഇത് മാറുന്നതനുസരിച്ച് അത് ഇത്രത്തോളം മാറുമെന്ന് നമ്മുടെ അസംഷനാണ് നമ്മൾ റിഗ്രഷനിൽ ചെയ്യുന്നത്. പക്ഷേ അത് ശരിക്കും എന്താണ് അവർ തമ്മിലുള്ള ബന്ധമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല. നമുക്കൊരു വാല്യൂ കിട്ടുന്നു, ആ വാല്യൂ എന്ത് റേഞ്ചിലാണ് നിൽക്കുന്നതെന്ന് നോക്കുന്നു, ആ റേഞ്ച് വെച്ചിട്ട് നമ്മൾ പറയുകയാണ് ഇത് ഈ ഹൈലി കോറിലേറ്റഡ് ആണ് അല്ലെങ്കിൽ ഹൈ റിഗ്രഷൻ, അവർ തമ്മിൽ ഹൈ റിലേഷൻ ഉണ്ടെന്ന് നമ്മൾ തന്നെ എന്ത് പറയുക അസ്യൂം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ലീനിയർ റിഗ്രഷൻ ഉണ്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ലീനിയർ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. പക്ഷെ അങ്ങനെ ഒരു ലീനിയർ റിലേഷൻഷിപ്പ് ഒന്നും എക്സിസ്റ്റ് ചെയ്യണമെന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറയുന്നു എന്നല്ലാതെ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് എന്താണ് കോസ് ആൻഡ് എഫക്റ്റ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ നമ്മൾ പറയുകയാണ് ഇവിടെ ലീനിയർ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ലീനിയർ റിഗ്രഷൻ എന്ന് പറയുമ്പോഴും അത് എന്താണെന്നൊന്നും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. Then next one, assumed that the cause and effect relationship between the variables remain unchanged. This may lead to erroneous and misleading results. അപ്പം നമ്മൾ കോസ് ആൻഡ് എഫക്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഒന്ന് മാറുന്നതനുസരിച്ച് മറ്റത് മാറുമെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിലും അത് എത്രത്തോളം വേരി ചെയ്യുന്നുണ്ടെന്നൊന്നും നമുക്ക് എന്ത് ചെയ്യുക ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ കോസ് ആൻഡ് എഫക്റ്റ് തമ്മിൽ കാരണം അനുസരിച്ച് എഫക്റ്റ് വരുന്നില്ലെങ്കിൽ, അത് മാറുന്നില്ലെങ്കിൽ നമ്മുടെ റിസൾട്ട് എന്ത് ചെയ്യാം, മിസ്ലീഡിങ് ആയിട്ട് പോകാം. അതായത് കോസ് ആൻഡ് എഫക്റ്റ് ആക്ച്വലി വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ വി വിൽ ഗെറ്റ് എ മിസ്ലീഡിങ് റിസൾട്ട് എന്നാണ് പറയുന്നത്. കോസ് ആൻഡ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു കാരണത്തിന് അതിനൊരു അതിനെന്താണ് ഓപ്പോസിറ്റ് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടണം. അങ്ങനെ റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ എന്താണ് അത് മിസ്ലീഡിങ് റിസൾട്ടിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ആൻഡ് ഫൈനലി ദ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് വിച്ച് ഇസ് എസ്റ്റാബ്ലിഷ്ഡ് ബിറ്റ്വീൻ ദ given variables on the basis of some limited data may not hold good if more and more data are taken into consideration. അപ്പം ഈ ഒരു ഫങ്ഷണൽ റിലേഷൻഷിപ്പ് നമ്മൾ ഫങ്ഷണൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കുമ്പം നമുക്ക് ലിമിറ്റഡ് ഡാറ്റ വെച്ചാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ നമ്മുടെ റിസൾട്ട് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ടെന്നാണ് ഫൈനൽ ലിമിറ്റേഷനായിട്ട് പറയുന്നത്. നമുക്കറിയാവുന്ന ലിമിറ്റേഷൻസ് ഒക്കെ തന്നെയാണ്. അപ്പം ഇതിൽ കോസ് ആൻഡ് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളിങ്ങനെ പറയുന്നു അല്ലാതെ അതിന് കറക്റ്റ് നമുക്ക് അങ്ങനെ കോസ് ആൻഡ് എഫക്റ്റ് എന്താണെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ലീനിയർ റിലേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ നമ്മൾ കുറച്ച് ഡാറ്റ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നില്ല. സോ ദീസ് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് റിഗ്രഷൻ analysis. So next we can see a term called coefficient of determination. Coefficient of determination ഞാനത് നേരത്തെ മെൻഷൻ ചെയ്തിരുന്നു. കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ്റെ സ്ക്വയറാണ്. അതായത് ആർ എന്ന് പറഞ്ഞ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്, കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ആണ്. ദാറ്റ് ആർ സ്ക്വയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് വാല്യൂ ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ റേഞ്ചസ് ബിറ്റ്വീൻ 0 to 1. കോറിലേഷൻ കോഎഫിഷ്യൻ്റെ വാല്യൂ റേഞ്ചസ് ബിറ്റ്വീൻ എന്തായിരുന്നു, -1 to +1 ആയിരുന്നു അല്ലേ. അതിൻ്റെ സ്ക്വയറാണ്. അപ്പം നമുക്ക് ആ നെഗറ്റീവ് പോർഷൻ കംപ്ലീറ്റ്ലി ഒഴിവാകും. കാരണം -1 to +1 എന്നുള്ളതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ്റെ റേഞ്ച്. അപ്പം നമ്മളിവിടെ എന്താ പറയുന്നത്, ആർ സ്ക്വയർ ആണ് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ. ദാറ്റ് മീൻസ് ആ ഒരു -1 എന്ന് പറയുന്ന ആ ഒരു പോർഷനെ കംപ്ലീറ്റ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. സോ 0 to 1. കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷനെ കുറിച്ച് ഇത്ര നമ്മൾ പഠിച്ചു വെക്കാം. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ആർ സ്ക്വയർ.